ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് ഓഡിയക്സിൻ്റെ ഒരു പുതിയൊരു 2.1 ബോർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ആമ്പൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടും വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുമ്പോൾ AXPCB2603 എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡൽ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ സ്പീക്കർ ഔട്ടും ബാക്കിയുള്ള ഡയഗ്രാം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ബോർഡൊന്ന് പരിചയപ്പെടാം. കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി, അതായത് STKയുടെ 413 എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 2.1 ആമ്പ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു ബോർഡാണിത്. ഇനി ഇതിൻ്റെ കമ്പോണൻസിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കമ്പോണൻസ് കാര്യങ്ങളൊക്കെയാണിത് ചെയ്തിരിക്കുന്നത്. PCBക്ക് ആണെങ്കിലും എല്ലാം നല്ല ഒരു ഹൈ ക്വാളിറ്റി രീതിക്കാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ കൊടുക്കാനുള്ള ഒരു ഹീറ്റ് സിങ്ക് കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് കൂടെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബോർഡിൻ്റെ ഡീറ്റെയിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു 2.1 ഓഡിയോ ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ സാധിക്കും. ഇത് സ്റ്റീരിയോ ഔട്ട് വരുന്നത് 75 വാട്ട്സും സബിന് നമുക്ക് 120 വാട്ട്സ് 8 ohmസിലാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് കിട്ടുന്നത്. ഇവിടെയായിട്ട് ഇതിൻ്റെ ഒരു പവർ സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോമർ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു 3 സെക്ഷനായിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു പവർ സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്, അടുത്തത് ആംപ്ലിഫയർ. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒരു സ്പീക്കർ കണക്ഷൻ കൊടുക്കുക, ഒരു സിഗ്നൽ കൊടുക്കുക, AC കണക്ഷൻ കൊടുക്കുക. അപ്പം വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്കൊരു 2.1 ആമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന 2 രീതിക്കാണ്. അതായത് ഇവിടെ മൊത്തം നമുക്ക് 6 ലെഗ് കാണാം. ഈ ഫസ്റ്റത്തെ 3 ശരിക്കും നമുക്ക് ഹൈ ട്രാൻസ്ഫോമർ കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് 28 വോൾട്ടേജ് തൊട്ട് 45 വോൾട്ടേജിൻ്റെ ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ കൊടുക്കാം. അതല്ലാതെ നമുക്ക് കുറച്ചുകൂടെ പവർ കുറച്ചാൽ കൊടുക്കണമെങ്കിൽ 20 വോൾട്ടേജ് തൊട്ട് 29 വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ 3 പിന്നിൽ കൊടുക്കാം. അങ്ങനെ ഒരു ഹൈയും ലോയും കൂടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ സ്പീക്കർ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ 2 സ്റ്റീരിയോ ഔട്ടും അതേപോലെ തന്നെ അടുത്തത് ഇത് വരുന്നത് സബിനും വേണ്ടിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത്. ഫസ്റ്റത്തെ 2 സ്റ്റീരിയോയും അടുത്തത് സബ്, അടുത്തത് ഗ്രൗണ്ട്, ആ രീതിക്കാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം ഈ മാനുവലിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് സിങ്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് 2 സ്ക്രൂ ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഉടനെ തന്നെ ഞാൻ ആഡ് ചെയ്യാം, നിങ്ങളിത് കാണുക. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.